പ്രിയപ്പെട്ടവരെ, ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച മഹാത്മാഗാന്ധി സർവകലാശാലയുടെ കീഴിലുള്ള വിവിധ കോളേജുകളിൽ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. സാധാരണ പോലെ രാഷ്ട്രീയ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാഷ്ട്രീയം നിരോധിച്ച ക്യാമ്പസുകളിൽ പോലും SFIയും KSUവും വളരെ അത്യാവശ്യം MSFും AIBVPയും AISFും ഒക്കെ വലിയ ഉത്സാഹത്തോടെ ആവേശത്തോടെ മത്സരിച്ചു. ജയിച്ചവർ ജയിച്ചു, തോറ്റവർ തോറ്റു. മിക്ക സ്ഥലങ്ങളിലും SFI ആണ് ജയിച്ചത്. ചിലയിടങ്ങളിൽ KSU ജയിച്ചു. കോട്ടയം ജില്ലയിലും മറ്റുമൊക്കെ ചില സ്ഥലങ്ങളിൽ SFIകൾ കൂടുതൽ സീറ്റുകൾ KSU നേടി എന്നാണ് അവർ അവകാശപ്പെടുന്നത്. അവകാശവാദം മാത്രമാണ്. എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. യൂണിവേഴ്സിറ്റി യൂണിയൻ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ അറിയാം ആരാണ് ജയിച്ചത്, ആർക്കാണ് കൂടുതൽ സീറ്റുകൾ കിട്ടിയത്, ആർക്കാണ് കൂടുതൽ കൗൺസിലർമാരെ ജയിപ്പിക്കാൻ പറ്റിയത് എന്നൊക്കെയുള്ള കാര്യം. അപ്പോൾ അവകാശപ്പെടൽ സാധാരണ പോലെ ഇത്തവണയും നടന്നു എന്നുള്ളതാണ്. ഇതിൽ കുറച്ച് സവിശേഷമായൊരു തെരഞ്ഞെടുപ്പ് നടന്നത് കോട്ടയത്തെ CMS കോളേജിലാണ്. ഈ CMS എന്ന് പറയുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ കോളേജാണ്. ദക്ഷിണേന്ത്യയിൽ തന്നെ ഏറ്റവും പഴക്കമേറിയ കോളേജുകളിൽ ഒന്നാണ്. 200 വർഷത്തിലധികം പാരമ്പര്യം ആ സ്ഥാപനത്തിന് അവകാശപ്പെടാൻ പറ്റും. നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി സാർ അവിടെ പഠിച്ച സുപ്രസിദ്ധ ഭൗതിക ശാസ്ത്രജ്ഞനായിരുന്ന ജോർജ് സുദർശനും ഈ ICS പരീക്ഷയുടെ ചരിത്രത്തിൽ ആകെ ഒരേ ഒരു തവണ മാത്രമാണ് ഒരു ഇന്ത്യക്കാരന് 1ാം റാങ്ക് കിട്ടിയിട്ടുള്ളത്. അത് KPS മേനോനായിരുന്നു. ഈ KPS മേനോനും CMS കോളേജിലാണ് പഠിച്ചത്. പിന്നെ പാർലമെൻറ്റ് അംഗമായിരുന്ന, നിയമസഭാ അംഗമായിരുന്ന സുരേഷ് കുറുപ്പടക്കം ഒരുപാട് യോഗ്യന്മാർ പഠിച്ച ഒരു സ്ഥലമാണ്. മാത്രമല്ല ഈ CMS പറയുന്നത് ഒരു കോളേജ് എന്നുള്ള പോലെ ഒരു സംസ്കാരവും കൂടിയാണ്. വളരെ സവിശേഷമായ ഗുരു ശിഷ്യ ബന്ധമാണ് അവിടെ ഉള്ളത്. ഇത് പണ്ട് ആംഗ്ലിക്കൻ സഭയിൽപ്പെട്ട മിഷണറിമാർ തുടങ്ങിയതാണ്. ചർച്ച് മിഷൻ സൊസൈറ്റി എന്നാണ് ഈ CMSൻ്റെ പൂർണ്ണരൂപം. ചർച്ച് മിഷൻ സൊസൈറ്റിക്കാരാണ് മധ്യ തിരുവിതാംകൂറിൽ മിഷണറി പ്രവർത്തനം നടത്തിയിരുന്നത്. ഇംഗ്ലീഷ് പള്ളിക്കൂടങ്ങൾ ആദ്യം സ്ഥാപിച്ചു. അവർ പിന്നീട് CSI സഭയിൽ ചേർന്നു. ഇപ്പോൾ CSIയുടെ കീഴിലാണ് ഈ കോളേജുള്ളത്. CSIയുടെ മധ്യ കേരളം മഹാ ഇടവകയാണ് കോളേജിൻ്റെ മാനേജ്മെൻറ്റ്. കോളേജ് മാനേജർ എന്ന് പറയുന്നത് CSIയുടെ ബിഷപ്പാണ്. പൊതുവെ മതേതരമായ ഒരു പരിപ്രേക്ഷ്യമാണ് ഈ കോളേജിനുള്ളത്. അവിടെ നാനാജാതി മതസ്ഥരായ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഈ കത്തോലിക്ക മാനേജ്മെൻറ്റിലും മറ്റുമൊക്കെ ഉള്ള പോലെ വലിയ കർശനമായ അച്ചടക്കമൊന്നും അടിച്ചേൽപ്പിക്കാനായിട്ട് മാനേജ്മെൻറ്റ് ഒരു കാലത്ത് ശ്രദ്ധിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന മാനേജ്മെൻറ്റുമല്ല. അങ്ങനെ ഉള്ളതായി ഈ സ്ഥാപനത്തിൽ കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നു. കഴിഞ്ഞ 37 കൊല്ലമായിട്ട് SFI ആണ് തുടർച്ചയായിട്ട് ജയിച്ചുകൊണ്ടിരുന്നത്. ഇത്തവണ KSU ജയിച്ചു. അതിലും വലിയ അത്ഭുതമൊന്നുമില്ല. 35 കൊല്ലം പശ്ചിമ ബംഗാളിൽ ഭരിച്ച CPM പൊളിഞ്ഞ പാളീസായി. അവിടെ തൃണമൂൽ കോൺഗ്രസ് ജയിച്ചു എന്ന് മാത്രമല്ല, ഇപ്പോൾ ഈ ചെങ്കൊടി എന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിൽ ഗാർഡിൻ്റെ കയ്യിൽ മാത്രമായി. അങ്ങനത്തെ തിരിച്ചടി എല്ലായിടത്തും ഉണ്ടാവും. പലയിടത്തും സംഭവിച്ചുകൊണ്ട് ഇനി പലയിടത്തും സംഭവിക്കാൻ ഇരിക്കുന്നുണ്ട്. അത് SFIക്കല്ല KSUവിനൊക്കെ സംഭവിക്കാം, ആർക്കും സംഭവിക്കാം. അതാണല്ലോ ജനാധിപത്യം. പക്ഷേ ഇവിടെ രസകരമായ ഒരു സംഭവം ഉണ്ടായത്, തോറ്റുപോകുന്നുള്ള ഒരു സഖാക്കൾക്ക് നേരത്തെ അറിയാമായിരുന്നു എന്നുള്ളതാണ്. സാധാരണ അവർ വോട്ടെണ്ണി തീരുമ്പോഴായിരുന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയ ആരംഭിച്ച ആ സമയം മുതൽക്ക് തന്നെ ഇവർ ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം വളരെ ഊർജിതമായിട്ട് നടത്തി. വോട്ടെടുപ്പ് ദിവസം വലിയ കലാപം ഉണ്ടാവും എന്ന ഒരു സൂചന നേരത്തെ കിട്ടിയതുകൊണ്ട് SFI തോൽക്കും എന്ന കാര്യം കോളേജ് മാനേജ്മെൻറ്റിന് മനസ്സിലായതുകൊണ്ട് അവർ ഹൈക്കോടതിയെ സമീപിച്ചു. പോലീസ് പ്രൊട്ടക്ഷൻ വാങ്ങിച്ചു. വലിയൊരു പോലീസ് വ്യൂഹം ക്യാമ്പസിനകത്ത് തമ്പടിച്ചു. വോട്ടിംഗ് നടക്കുന്ന സമയത്തും വോട്ടെണ്ണുന്ന സമയത്തും ഒക്കെ പോലീസുകാർ ക്യാമ്പസിനകത്തുണ്ട്. കേരളത്തിൽ തന്നെ ഏറ്റവും മനോഹരമായ ഒരു ക്യാമ്പസാണ് CMS. കോട്ടയം നഗരഹൃദയത്തിലാണ്. അപ്പോൾ ഈ നഗരഹൃദയത്തിലുള്ള ഈ കോളേജിൽ പോലീസ് വലിയ വ്യൂഹമായിട്ട് ക്യാമ്പടിച്ച് നിൽക്കുകയാണ്. അപ്പോഴത്തേക്കും വോട്ടെണ്ണി തുടങ്ങിയപ്പോൾ തന്നെ ട്രെൻഡ് മനസ്സിലായി. ഉടനെ തന്നെ SFIക്കാർ മാത്രമല്ല, പുറത്തു നിന്നുള്ള DYFIക്കാരും താഴത്തങ്ങടിയിലെ കുറേയധികം CITUകാരായ ചുവട്ടു തൊഴിലാളികളും പിന്നെ നല്ലവരായ മറ്റ് മാർക്സിസ്റ്റുകാരും എല്ലാം കൂടി സംഘടിച്ചു. അവിടെ എത്തി. ജനാധിപത്യ മഹിളാ അസോസിയേഷൻകാർ മാത്രം എത്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരെത്തുകയും കോളേജിൻ്റെ മതിൽ ചാടിക്കിടന്ന് കോളേജിൻ്റെ അകത്ത് സാമാന്യം ഒരു കലാപ അന്തരീക്ഷം ഉണ്ടാക്കി. പോലീസുകാരവിടെ ഉണ്ടായിരുന്നില്ലെന്ന് വെച്ചുകൊണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് ഇവർക്ക് തടയാൻ പറ്റുകയില്ലല്ലോ. കാരണം CPMകാരെ, DYFIക്കാരെ, CITUകാരൊക്കെ തടഞ്ഞ പോലീസുകാർക്ക് പിന്നെ ആശുപത്രിയിൽ കുറച്ച് ദിവസം കിടക്കേണ്ടി വരും. പിന്നെ കല്ലേറായി. കോൺഗ്രസ്സുകാരും അവിടെ എത്തി. നമ്മുടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും DCC പ്രസിഡന്റ് നാട്ടക സുരേഷും ഒക്കെ ഏതാണ്ട് സംഭവം കഴിയാറായി കഴിഞ്ഞപ്പോൾ പിള്ളേർക്ക് പോലും പറ്റുമെന്നറിയാൻ, ആർക്കെങ്കിലും അന്ത്യകൂദാശ കൊടുക്കണമെന്ന് അറിയാൻ വേണ്ടി അവിടെ എത്തിയെന്നുള്ളത് ശരിയാണ്. പക്ഷേ CPMകാരുടെ ആ ഒരു പ്രാഭവത്തിന് മുമ്പിൽ ഇവരൊക്കെ മങ്ങിപ്പോയി. വോട്ടെണ്ണി കഴിഞ്ഞെങ്കിലും റിസൾട്ട് പുറത്തുവിടാനായിട്ട് മാനേജ്മെൻറ്റ് ധൈര്യപ്പെട്ടില്ല. കാരണം റിസൾട്ട് പറഞ്ഞാൽ കോളേജ് കത്തിക്കും.
CMS കോളേജ് ഞങ്ങൾ കത്തിക്കും, ഞങ്ങൾ അടിച്ച് തകർക്കും എന്നൊക്കെ ഈ ധീര സഖാക്കൾ ഭീഷണി മുഴക്കി. ഏതായാലും പോലീസുകാരിടപെട്ട്, നേതാക്കന്മാരിടപെട്ട്, CPM ജില്ലാ സെക്രട്ടറിയും പിന്നെ നമ്മുടെ വിപ്ലവ തീപ്പന്തമായിട്ടുള്ള ജയിക്കുമൊക്കെ അവിടെ എത്തി. ഈ CMS കോളേജിൻ്റെ 200 കൊല്ലത്തെ ചരിത്രത്തിനിടയിൽ കോളേജിൽ നിന്ന് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ പുറത്താക്കപ്പെട്ട ഒരേ ഒരു വിദ്യാർത്ഥി ഉണ്ടായിട്ടുള്ളൂ, അത് ജയിക്കാണ് എന്ന് അവിടുത്തെ പഴയ പ്രിൻസിപ്പൾ ഒരിക്കൽ എന്നോട് പറയുന്നുണ്ടായിട്ട്. അപ്പോൾ അത്ര ഒരു വിപ്ലവ പാരമ്പര്യമുള്ള ആളാണ് നമ്മുടെ ജെയ്സി തോമസ്, പുതുപ്പള്ളിയിൽ തോറ്റ MLA. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ധീര വിപ്ലവകാരികളൊക്കെ അവിടെ എത്തി ആ പ്രിൻസിപ്പളിനെയും മറ്റവരെയൊക്കെ ഭീഷണിപ്പെടുത്തി. ഇത് റിസൾട്ട് പുറത്തുവിട്ടാൽ ഞങ്ങൾ കുഴപ്പമുണ്ടാക്കും എന്ന് പറഞ്ഞു. പക്ഷേ അത് നടന്നില്ല. കാരണം വെച്ചാൽ പിറ്റേ ദിവസം ഈ റിട്ടേണിംഗ് ഓഫീസർ റിസൾട്ട് പബ്ലിഷ് ചെയ്തപ്പോൾ ഏതാണ്ട് ഒരു റപ്പോ മറ്റോണ് SFIക്ക് ജയിക്കാൻ പറ്റിയത്. ബാക്കി എല്ലായിടത്തും KSUക്കാർ ജയിച്ചു എന്നാണ് പറഞ്ഞത്. ഇനി ജയിച്ച KSUക്കാർക്ക് യൂണിയൻ അവിടെ സന്തോഷകരമായിട്ട് നടത്താൻ പറ്റുമോ എന്ന് നമുക്കറിയില്ല. ആർട്സ് ഫെസ്റ്റിവൽ ഏത് രീതിയിലായിരിക്കും, അല്ലെങ്കിൽ യൂണിയൻ ഇനാഗുറേഷൻ ഏത് രീതിയിലായിരിക്കും, കോളേജിൻ്റെ ഏത് രീതിയിലായിരിക്കും എന്നൊക്കെ ഇത് കാണുന്നവർ ഊഹിച്ചാൽ മതി. അപ്പോൾ ഏതായാലും ഇപ്പോൾ CMSൽ നീലക്കൊടി മാറി എന്നാണ് ഇപ്പോൾ ഈ പാവങ്ങളുടെ വിചാരം. അവർക്ക് എന്ത് സംഭവിക്കും നമുക്കറിയില്ല. ഇതിനിടയ്ക്ക് വേറൊരു തമാശയും കൂടി ഉണ്ടായി. തമാശ എന്ന് പറയാൻ പറ്റില്ല. വേറെ ഒരു സംഭവം ഉണ്ടെന്ന് വെച്ചാൽ ഈ CSIയിലെ ചില വൈദികർ ഈ കലാപം നടക്കുന്ന സ്ഥലത്ത് ശാന്തി ദൂതുമായിട്ട് എത്തി. മക്കളെ ഉപദ്രവിക്കരുത്, തെരഞ്ഞെടുപ്പല്ലേ, ജനാധിപത്യമല്ലേ എന്നൊക്കെ ചോദിച്ച് അവിടെ എത്തിയപ്പോൾ ഇവർക്കിട്ടും നല്ല കൈനീട്ടം കിട്ടി എന്നാണ് പറയുന്നതല്ല, കിട്ടി എന്നുള്ളതാണ് സത്യം. അതിൽ കോളേജ് ചാപ്ലിൻ ഉണ്ടായിരുന്നു, അതുപോലെ കോളേജിൽ ബർസാറായിട്ട് പ്രവർത്തിക്കുന്ന അച്ഛനുണ്ടായിരുന്നു. ഇവർക്കൊക്കെ നല്ല പൂശി കിട്ടി. അവരൊക്കെ ഇപ്പോൾ ഒഴിച്ചിൽ പിഴിച്ചിൽ മുതലായ ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട മാനേജർ ആയിട്ടുള്ള മെത്രാൻ ഒരു ചുവന്ന കുപ്പായൊക്കെ ഇട്ട് വന്ന് പത്രസമ്മേളനം നടത്തുന്നത് കണ്ടു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട മാനേജർ പറയുന്നത് എന്തെന്നാൽ, ഈ കോളേജിൻ്റെ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടാകാത്ത കലാപമാണ് ഇവിടെ ഉണ്ടായത്. അതിന് ഇവിടെ ഒരു വനിതാ പ്രിൻസിപ്പളാണ്. വനിതാ പ്രിൻസിപ്പൾ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനൊരു കലാപം ഉണ്ടായത് അങ്ങേറ്റം ദുഃഖകരമാണ്. ആരാണ് കലാപം അഴിച്ചുവിട്ടതെന്നുള്ള ബഹുമാനപ്പെട്ട മാനേജർ പറയുന്നില്ല. കാരണം പുള്ളിക്കറിയാം കലാപകാരികളുടെ പേര് പറഞ്ഞാൽ, ഏത് സംഘടനക്കാരാണെന്ന് പറഞ്ഞാൽ പിന്നെ അധിക ദിവസം പുള്ളിക്ക് അവിടെ മെത്രാന്റെ മുന്നിൽ ഇരിക്കാൻ പറ്റുകയില്ല. കാര്യം മധ്യ കേരളം മഹാ ഇടവക എന്നൊക്കെ പറഞ്ഞാലും ഇതൊക്കെ വലിയ കോമഡിയാണ്. അതുകൊണ്ട് അദ്ദേഹം ദുഃഖം രേഖപ്പെടുത്തി. അദ്ദേഹം നിർഭാഗ്യകരമായി പോയി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ ആശങ്ക പങ്കുവച്ചു. അതിനപ്പുറത്ത് ഒരു പിണ്ണാക്കും അദ്ദേഹത്തിന് പറയാനുമില്ല, ചെയ്യാനുമില്ല, ചെയ്തിട്ട് കാര്യവുമില്ല. ഹൈക്കോടതിയുടെ ഉത്തരവുണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു, ജനാധിപത്യ സോഷ്യലിസം എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ വൈദികർക്ക് തല്ല് കിട്ടി, അധ്യാപകർക്ക് ചെറിയ ദേഹോദരം ഏറ്റു, KSUക്കാർക്ക് സാമാന്യമായിട്ട് പരിക്ക് പറ്റി. പിന്നെ കോളേജിൻ്റെ വസ്തുവകകൾ കുറേയൊക്കെ നശിച്ചു. 200 കൊല്ലം പഴക്കമുള്ള കോളേജല്ലേ. അപ്പോൾ അതിൻ്റെ ഉത്തരം, കഴിക്കോല്, ഓട്, ഇതിനൊക്കെ ചെറിയ തകരാറുകൾ സ്വാഭാവികമായിട്ട് സംഭവിക്കും. അതിപ്പോൾ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ചധികം സംഭവിച്ചു എന്ന് വിചാരിച്ചാൽ മതി. ഏതായാലും CMS കോളേജിൻ്റെ 200 കൊല്ലത്തെ അല്ലെങ്കിൽ 2 നൂറ്റാണ്ടിൻ്റെ പാരമ്പര്യത്തിൽ സമാധാനപൂർണ്ണമായ ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയാൻ പറ്റുകയില്ല. എങ്കിലും ഇങ്ങനൊരു സംഭവം നടന്നു. ഇത് ആ സമയത്ത് തന്നെ ടെലിവിഷൻ ചാനലുകളൊക്കെ അവിടെ ക്യാമറയുമായിട്ട് വന്നിരുന്നു. കാരണം അവർക്ക് അറിയാമായിരുന്നു SFI തോൽക്കുമെന്നും അവിടെ വലിയ കലാപ അന്തരീക്ഷം ഉണ്ടാകും എന്നും. അതുകൊണ്ടാണ് SFIക്കാർ എപ്പോഴും ഇങ്ങനെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം, ഗുളുഗുളു ഗുളു SFI, ബുലുബുലു ബുലുബുലു SFI, മേലോട്ട് നോക്കിയ SFI, താഴേക്ക് നോക്കിയ SFI, ഇടത്തോട്ട് നോക്കിയ SFI, വലത്തോട്ട് നോക്കിയ SFI എന്ന് വിളിക്കുന്നത്. ഈ ഇന്നത്തെ SFIക്കാരാണ് നാളത്തെ DYFIക്കാർ, നാളത്തെ DYFIക്കാരാണ് മറ്റന്നാളത്തെ CPMക്കാർ. ആ CPMക്കാരാണ് പിന്നെ ഭാവിയിൽ നമ്മുടെ ഭരണചക്രം തിരിക്കാൻ, ഒടിക്കാനും വളയ്ക്കാനും ഒക്കെ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കുക. CMS കോളേജിൻ്റെ വിധി മറ്റു കോളേജുകൾക്ക് ഏത് സമയത്ത് വേണമെങ്കിൽ സംഭവിക്കാം. എല്ലാവരെയും കർത്താവായ യേശുക്രിസ്തു കാത്തുരക്ഷിക്കട്ടെ. ആമേൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.